അവൾ മരിച്ചു കിടക്കുകയാണ്. കാലമെത്താതെ വന്ന മരണം സൈലന്റ് അറ്റാക്കായി അവളിൽ രൂപം പ്രാപിക്കുകയായിരുന്നു. കുട്ടികൾ അവളുടെ വശത്തിരുന്ന് തേങ്ങിക്കരഞ്ഞു. അവളുടെ ഭർത്താവ് അകത്തും പുറത്തും നിൽപ്പുറയ്ക്കാതെ പരവശനായി അങ്ങിങ്ങ് നടക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിലേ മരിച്ചുപോയല്ലോ എന്ന് പ്രായം ചെന്ന സ്ത്രീകൾ വിലപിച്ചു. അവളുടെ തലയിണക്കടിയിൽ നിന്ന് ഫോൺ നിർത്താതെ ശബ്ദിച്ചു. കുട്ടികളുടെ കരച്ചിൽ ഉച്ചത്തിലായി. പുറത്തുനിന്ന് ഓടിക്കിതച്ചു വന്ന് അയാൾ ഫോണെടുത്തു. ഹലോ. മറുതലക്കൽ കനത്ത നിശബ്ദത. അയാൾ വീണ്ടും ഹലോ എന്ന് വിളിച്ച് ചെവിയോർത്തു. മറുതലക്കൽ ഒരു നിശ്വാസം കേട്ടു. തുടർന്ന് ഡിസ്കണക്റ്റായി. അയാൾക്ക് അരിശം തോന്നി. പുറത്തേക്ക് നടന്നയാൾ അവളുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ നോക്കി. അത് ഫിംഗർ ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം അത് വലിച്ചെറിയണമെന്ന് അയാൾക്ക് തോന്നി. ശവം കാണാൻ പോകുന്നവരാരോ അയാളുടെ തോളിൽ തട്ടിയപ്പോൾ അയാൾ ഫോൺ പോക്കറ്റിലിട്ടു. പോക്കറ്റിൽ കിടന്ന് അത് അയാളുടെ ഹൃദയത്തിന് ഭാരം കൂട്ടി. ഷർട്ടിൽ നിന്നെടുത്ത് പാൻസിൻ്റെ പോക്കറ്റിലിട്ടു. അവിടെ കിടന്നത് ചൂടുപിടിച്ചു. ഒടുവിൽ അയാൾ ഫോൺ സൈലന്റിലാക്കി അവൾ കിടക്കുന്നതിന് എതിർവശത്തെ ഷെൽഫിൽ വെച്ചു. ഷെൽഫിൽ കിടന്നത് ഇടയ്ക്കിടെ മിന്നിക്കൊണ്ടിരുന്നു. കുളിപ്പിക്കാൻ എടുത്തോളൂ, കാരണവന്മാർ അഭിപ്രായപ്പെട്ടു. അയാൾ ധൃതിയിൽ ഭാര്യയെ എടുത്ത് കുളിപ്പിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വെളുത്ത തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ശവത്തിൻ്റെ നടുഭാഗത്ത് രക്തം പൊടിഞ്ഞു വന്നു. അത് വലുതായി പടരാൻ തുടങ്ങി. കണ്ടുനിന്നവരെല്ലാം തേങ്ങിക്കരഞ്ഞു. ഉറച്ച മനസ്സോടെ അയാളും അവളെ ചിതയിലേക്ക് കിടത്താൻ ഒപ്പം നിന്നു. അയാളുടെ ഇടതുനെഞ്ചിൽ അവളുടെ രക്തക്കറ പറ്റി. അയാളോട് കുളിച്ചിട്ട് വരാൻ കാർമികൻ പറഞ്ഞു. ഓടിക്കിതച്ചുകൊണ്ടയാൾ കുളിമുറിയിൽ കയറി കതകടച്ചു. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അവളുടെ മുറിച്ചെടുത്ത വിരൽ അയാൾ പുറത്തെടുത്തു. ഫിംഗർ പ്രിന്റ് ഡസിൻ മാച്ച്. രക്തക്കറിയുള്ള അവളുടെ തണുത്തുറഞ്ഞ വിരലിന് ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ കഴിയുമായിരുന്നില്ല. ഇതൊരു കുഞ്ഞു കഥയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.